പാലക്കാട് ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയിൽ യുവാവ് മരിച്ചത് ചികിത്സാ പിഴവെന്ന് പരാതി. ഹൃദ്രോഗ ചികിത്സയ്ക്കെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചുവെന്ന് ബന്ധുക്കൾ. നെഞ്ചുവേദനയാൽ ചികിത്സയ്ക്കെത്തിയ മലമ്പുഴ ആനക്കല്ല് സ്വദേശി സനിൽ നാരായണൻ മരിച്ച സംഭവത്തിലാണ് ഡോക്ടറെ തടഞ്ഞുവെച്ച് ബന്ധുക്കൾ പ്രതിഷേധിച്ചത്. സംഭവത്തിൽ ആർഎംഒ അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 24-ാം തീയതിയാണ് നെഞ്ചുവേദനയെ തുടർന്ന് മലമ്പുഴ ആനക്കൽ സ്വദേശി സനിൽ നാരായണൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 3 ദിവസം ICUവിൽ ചികിത്സ നടത്തി. 4-ാം തീയതി ആൻജിയോഗ്രാമിന് നിർദ്ദേശം നൽകി. മുന്നറിയിപ്പുകളില്ലാതെ ഇന്നലെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തെന്നാണ് പരാതി. പിന്നാലെ വീട്ടിലെത്തിയ സനിൽ കുഴഞ്ഞു വീണ് മരിച്ചെന്നും ബന്ധുക്കൾ പറയുന്നു. ഒരു രോഗിനെ ഒരു ഡോക്ടർ നോക്കുക. ഇത് പഠിക്കാൻ വന്ന പിള്ളേർ എല്ലാവരും വന്നിട്ട് പല മറ്റേ മരുന്നിന്റെ കാര്യങ്ങൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്തതിന്റെ അർത്ഥം എന്താണ്? ഇവര് ഡിസ്ചാർജ് ചെയ്തത് ശരിയായില്ല എന്നാണ് ഇപ്പം നമ്മുടെ നിഗമനം. ചികിത്സയ്ക്ക് എത്തിയിട്ട് വ്യാഴാഴ്ച അല്ലെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എത്തിയത്. എത്തിക്കഴിഞ്ഞ് ഇവിടെ വന്ന് 2 ദിവസം ICUലായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വീട്ടിലോട്ട് പോയതാണ്. ഇവിടെ എത്തിയത് ആള് കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്ന് രാവിലെ ആശുപത്രിയിൽ ഡോക്ടറെ തടഞ്ഞു നിർത്തിയുൾപ്പെടെ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതി പറഞ്ഞാണ് പറഞ്ഞു. വേറെ വല്ല ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലിൽ പോയിണ്ടാവും. നിങ്ങൾ മര്യാദയ്ക്ക് നടന്ന് ഞങ്ങൾക്ക് മര്യാദ. നിങ്ങൾ ഇപ്പോൾ മേഡത്തിന് മേഡം ഞാൻ വിളിക്കണം അവിടുന്ന്. നിങ്ങൾ എന്നെ ഇപ്പം നല്ല രീതിക്ക് സംസാരിക്കണം. ഞാൻ നിങ്ങൾ മേഡം വിളിക്കണം അവിടുന്ന്. ICU കിടക്കുന്ന ഡോക്ടർ എഴുതി കൊടുത്താണ് എമർജൻസി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താണ്. അവിടുന്ന് സിസ്റ്റർ ഉണ്ടാക്കിയില്ല. അത്ര സിസ്റ്റർ ഉണ്ടാക്കി കൊടുത്തില്ല പറഞ്ഞ അവർക്ക് ഇവിടുന്ന് പൊങ്ങില്ല. 4 ഡോക്ടർമാരെ വന്ന് നോക്കി. ഇത്ര സംഭവത്തിൽ പോലീസിലും ആരോഗ്യവകുപ്പിനും പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. അതേസമയം പരിശോധനകളിൽ ഗുരുതര പ്രശ്നമില്ലെന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ആൻജിയോഗ്രാമിന് നിർദ്ദേശം നൽകി രോഗിയെ ഡിസ്ചാർജ് ചെയ്തതെന്നും യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ജനം, പാലക്കാട്.